ഹായ് മക്കൾസ്, വെൽക്കം ടു എജുപോർട്ട്. എല്ലാ മക്കൾക്ക് എജുപോർട്ടിൻ്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് സ്വാഗതം. അതായത് 8ാം ക്ലാസ്സിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമുക്ക് പറയാൻ പോകുന്നത്. അതായത് ഏതാണ് ചാപ്റ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ചാപ്റ്റർ 8ാമത്തെ ചാപ്റ്റർ ഗംഗാ സമതലത്തിലേക്ക് ഗാഞ്ചറ്റിക് പ്ലെയിൻ എന്നുള്ളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടോപ്പിക്സുകളും ആൻസറുകളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ തുടങ്ങല്ലേ മക്കളെ, സെറ്റല്ലേ? ഹാപ്പി ആയിട്ട് തന്നെ തുടങ്ങിക്കോ. പക്ഷേ ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്ന കേട്ടോ. SP_സഹദ് എന്നുള്ള ഇതിലേക്ക് അയക്കാവുന്ന കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും തുടങ്ങാം. അതായത് മഗധ ഭരിച്ച പ്രധാനപ്പെട്ട ഭരണാധികാരികളെ റൂളേഴ്സിനെ പിന്നെ അതുപോലെ തന്നെ രാജവംശങ്ങൾ ഡൈനാസ്റ്റികളെയാണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു ഇതിലുണ്ട്, ടേബിൾ കണ്ടോ. ബിംബിസാരൻ, ഹര്യങ്ക രാജവംശം, ശിശുനാഗ രാജവംശം, മഹാപത്മനന്ദൻ, നന്ദ ഡൈനാസ്റ്റി. ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതാണ് മഗധ ഭരിച്ച, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മഗധ ഭരിച്ച പ്രധാനപ്പെട്ട റൂളേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഡൈനാസ്റ്റികളും. വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പഠിക്കാം. നെക്സ്റ്റ് ടോപ്പിക്കിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അലക്സാണ്ടർ ഇന്ത്യ അറ്റാക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ പേർഷ്യൻ്റെ കീഴിലുള്ള എല്ലാ ഭാഗങ്ങളും പിടിച്ചടക്കാന്നുള്ളതും പിന്നെ ഗ്രീക്ക് സംസ്കാരം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശമായിരുന്നു കേട്ടോ. പിന്നെ ഇനി ലിസ്റ്റ് ഔട്ട് ദി റിസൾട്ട് ഓഫ് പേർഷ്യൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലേക്ക് പേർഷ്യയുടെ ആക്രമണം വന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ പേർഷ്യൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് പേർഷ്യൻ്റെ പഠിച്ചു വെച്ചോളൂ, മാസിഡോണിയൻ്റെ പഠിച്ചോളൂ. പേർഷ്യ വന്നപ്പോൾ ട്രേഡ് റിലേഷൻ ബിറ്റ്വീൻ പേർഷ്യ ഇന്ത്യ എന്ത് ചെയ്തു, ഒന്നും കൂടി ഇന്ത്യയും പേർഷ്യയും തമ്മിലുള്ള വാണിജ്യം കൂടി. എന്നാൽ മാസിഡോണിയോ യൂറോപ്പുമായിട്ടുള്ള വ്യാപാര ബന്ധം കൂടി. പിന്നെ കരോഷ്ടി എന്നുള്ളത് നമ്മുടെ പേർഷ്യ ഇവിടേക്ക് വന്നപ്പോൾ വന്നു, കരോഷ്ടി എന്നുള്ള പുതിയൊരു സ്ക്രിപ്റ്റ് വന്നു അല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ്ഡ് ഇന്ത്യൻ സ്കൾപ്ചർ, ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. അതായത് ഇന്ത്യൻ ശില്പകലയെ നന്നായിട്ട് സ്വാധീനിച്ചിരുന്നു. ഈ കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മഹാജനപദങ്ങളിൽ കൂടുതലും ശക്തമായത് ആരായിരുന്നു? മഗധയായിരുന്നു. അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്? അവിടെ മക്കളെ റിച്ച് ഡെപ്പോസിറ്റ് ഓഫ് അയൺ ഓർ, നല്ല രീതിയിലുള്ള ഇരുമ്പയിര് കാണാൻ പറ്റിയിരുന്നു. ഇരുമ്പയിര് ഉണ്ടായതുകൊണ്ട് തന്നെ വെപ്പൺസ്, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ എക്യുപ്മെൻറ്റ്സ്, അതായത് കൃഷി ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ മഗധ എന്ന് പറഞ്ഞാൽ ഫെർട്ടൈൽ ലാൻഡ് ആയിരുന്നു. കാരണം ഗംഗ അടുത്തുണ്ടായതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രിബ്യൂട്ടറീസ്, പോഷക നദികളൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ഫെർട്ടൈൽ സോയിൽ ഉണ്ടായിരുന്നു, അതായത് വളക്കൂറുള്ള മണ്ണുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഫോറസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വലിയ തടിമരകൾ ഉപയോഗിച്ചിട്ട് അവർ ബോട്ട് ഉണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ട്രേഡ് അവർ നടത്തിയിരുന്നു, നദീജല ഗതാഗതം നടത്തിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവർ എലിഫൻറ്റുകളൊക്കെ അവർ യുദ്ധത്തിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിരുന്നു. പിന്നെ അതുപോലെ തന്നെ ശക്തമായിട്ടുള്ള ഭരണാധികാരികളും ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, അതിൽ പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ. അപ്പോൾ ഗാഞ്ചറ്റിക് പ്ലെയിൻ അല്ലെങ്കിൽ ഗംഗാ സമതലത്തിലേക്കുള്ള എന്ന ചാപ്റ്റർ നമ്മൾ സെറ്റാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.